ഈ ക്ലാസ് നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്താണെന്നാണ് നോക്കുന്നത്. പേജ് നമ്പർ 10. ഇൻഫർമേഷൻ സിസ്റ്റം ജനറേറ്റ് ഇൻഫർമേഷൻ ഫ്രം ഡാറ്റ. ഇൻഫർമേഷൻ സിസ്റ്റം ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നു. ഡാറ്റ ഈസ് ദ ഫോം ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സം മാനിപ്പുലേഷൻ ടു ജനറേറ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഇപ്പം ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയൽ ആവാം. അതിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റം is an information system which uses computer technology to aid decision making. ഇപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആർ ഗിവൺ ബിലോ. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് താഴെ തന്നേക്കുന്നത്. ഫസ്റ്റ് ഒന്ന് ഹാർഡ്വെയർ, സെക്കൻഡ് സോഫ്റ്റ്വെയർ, 3 ഡാറ്റാബേസസ്, 4 നെറ്റ്വർക്ക്സ്, 5 പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് വിച്ച് കംപ്രൈസസ് ദ ഡിവൈസസ് ലൈക്ക് മോണിറ്റർ, പ്രോസസ്സർ, പ്രിൻ്റർ ആൻഡ് കീബോർഡ്. ഓൾ ദ ഡിവൈസസ് വർക്ക് ടുഗെദർ ടു അക്സെപ്റ്റ്, പ്രോസസ്, ഷോ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. അപ്പം മോണിറ്റർ, പ്രോസസ്സർ, പ്രിൻ്റർ, കീബോർഡ് ഇതിനെയൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിസിബിൾ പാർട്സാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഈ എല്ലാ ഡിവൈസും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഒരു യൂസ്ഫുൾ ഡാറ്റയെയും ഇൻഫർമേഷനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ഡാറ്റ നമ്മൾ കൊടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ ആക്കി മാറ്റണം. അപ്പം നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസാണ് പ്രോസസ്സറും പ്രിൻ്ററും മോണിറ്ററും കീബോർഡൊക്കെ. ഇനി നെക്സ്റ്റ് സോഫ്റ്റ്വെയർ വിച്ച് ആർ പ്രോഗ്രാംസ് ദാറ്റ് അലൗ ദ ഹാർഡ്വെയർ ടു പ്രോസസ് ദി ഡാറ്റ. അപ്പം നമ്മൾ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ ഹാർഡ്വെയറിലേക്ക് ചില പ്രോഗ്രാംസിനെ കൊടുക്കുന്നു, അത് നമ്മുടെ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെയുള്ള സംവിധാനമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആകാം, പക്ഷേ നമുക്കത് കാണാൻ പറ്റത്തില്ല. നമ്മൾ സോഫ്റ്റ്വെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോഗ്രാംസിൻ്റെ രൂപത്തിലായിരിക്കും കമ്പ്യൂട്ടറിൽ ലഭ്യമാകുക. അപ്പം നമ്മുടെ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയറിൽ കൊടുക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡാറ്റാബേസസ് വിച്ച് റെഫർ ടു ഗാദറിംഗ് ഓഫ് അസോസിയേറ്റഡ് ഫയൽസ് ഓർ ടേബിൾസ് കണ്ടെയ്നിങ് റിലേറ്റഡ് ഡാറ്റയെ കണ്ടെയ്ൻ ചെയ്യുന്ന അസോസിയേറ്റഡ് ഫയൽസിനെ അല്ലെങ്കിൽ ടേബിൾസിനെ നമുക്ക് ഡാറ്റാബേസസ് എന്ന് പറയാം. നെക്സ്റ്റ് നെറ്റ്വർക്ക്സ് വിച്ച് റെഫർ ടു ദ സിസ്റ്റം ഓഫ് ലിങ്കിങ് 2 or more കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ടുഗെദർ ഫോർ ദ പർപ്പസ് ഓഫ് ഷെയറിംഗ് ഡാറ്റ. നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒന്നോ അതിൽ കൂടുതൽ സിസ്റ്റം യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ ഡിവൈസ് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഫയൽസ് ഷെയർ ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സിസ്റ്റം യൂസ് ചെയ്താണ് നമ്മൾ ഡാറ്റയെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഡിവൈസുകളെയാണ് നമ്മൾ സാധാരണ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമായിരിക്കും അല്ലേ, നമ്മൾ ഫയൽസിനെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസോഴ്സാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ദി കമാൻഡ്സ് ഫോർ കമ്പൈനിങ് ദി കമ്പോണൻസ് എബോവ് വിച്ച് ഹെൽപ്സ് ഇൻ പ്രോസസ്സിങ് ഇൻഫർമേഷൻ ആൻഡ് പ്രൊഡ്യൂസിങ് പ്രിഫേർഡ് ഔട്ട്പുട്ട്. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ എല്ലാ കമ്പോണൻസും യൂസ് ചെയ്ത് കമാൻഡ്സ് റണ്ണ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഒരു റോ ഡാറ്റ കാണും. ഈ റോ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്ത് ഫയൽസിനെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ്സിനെയൊക്കെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. The first 4 components are together known as information technology platform. അപ്പം
ആദ്യത്തെ 4 കമ്പോണൻസ്, അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, നെറ്റ്വർക്ക്സ് എല്ലാത്തിനെയും കൂടെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ്സ് മാത്രമാണ്. അപ്പോൾ ഈ 4 എണ്ണത്തിനെയാണ് നമ്മൾ സാധാരണ ഇൻഫർമേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസസ്, നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. A few components of computer makes up its appearance and performance, commonly referred to as computer peripherals. These makes computers sleeker, faster and more user-friendly. Few of these are discussed below. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അപ്പിയറൻസിനെ അല്ലെങ്കിൽ പെർഫോമൻസിനെ മേക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് ആണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ വിസിബിൾ ആയിട്ടുള്ള പാർട്സിനെ നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയാം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫാസ്റ്റർ ആക്കുന്നു, മോർ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതൊക്കെ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഹാർഡ്വെയർ കൺസിസ്റ്റ് ഓഫ് ഡിവൈസസ് ദാറ്റ് അലൗ പീപ്പിൾ ടു എൻ്റർ ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ ഇൻ എ ഫോം ദാറ്റ് ദി കമ്പ്യൂട്ടർ ക്യാൻ യൂസ്. അപ്പം നമ്മൾ ഇൻപുട്ട് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഡാറ്റയെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹാർഡ്വെയർസിനെയാണ് ഇൻപുട്ട് ഹാർഡ്വെയർസ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഫസ്റ്റ് വണ്ണ് നിങ്ങൾക്കറിയാവുന്ന പോലെ കീബോർഡ് ഒരു ഇൻപുട്ട് ഹാർഡ്വെയർ ആണ്. A keyboard is a device that allows a user to input data using the standard keyboard which is derived from typewriter. ഇപ്പോൾ ആദ്യമേയൊക്കെ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡാണ്. നമുക്ക് ഡേറ്റാസിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ യൂസർക്ക് ഒരു ഡേറ്റാസിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് കീബോർഡ് യൂസ് ചെയ്യുന്നത്. എ സ്റ്റാൻഡേർഡ് കീബോർഡ് വാസ് 84 keys ആൻഡ് എൻഹാൻസ്ഡ് കീബോർഡ് ഹാസ് 101 keys. QWERTY is the most commonly used keyboard layout. Personal computers generally used wired or wireless keyboards. ഇപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിന് 84 കീസ് കാണും. അത് വികസിച്ച് ഇപ്പം നമ്മുടെ കീബോർഡിന് 101 കീസ്, കുറേ ഫങ്ഷണൽ കീസൊക്കെ യൂസ് ചെയ്ത് ഇപ്പം സാധാരണ ഉള്ള ഒരു കമ്പ്യൂട്ടർ കീബോർഡിന് 101 കീസാണുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് QWERT എന്ന് പറയുന്ന കീബോർഡാണ്. QWERT എന്ന് പറയുന്നത് അതിൻ്റെ ലെറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. കീബോർഡിൻ്റെ കീ അല്ലെങ്കിൽ ലെറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് ഈ QWERTY എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വയർ അല്ലെങ്കിൽ വയർലെസ് കീബോർഡ്സ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മൗസാണ് നോക്കുന്നത്. മൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ട് കാണും, കീബോർഡിന് അടുത്ത കമ്പ്യൂട്ടർ ഇൻപുട്ട് ഹാർഡ്വെയർ ആണ് മൗസ് എന്ന് പറയുന്നത്. എ കമ്പ്യൂട്ടർ മൗസ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഡാറ്റ ബൈ മൂവിങ് ദ കഴ്സർ ആൻഡ് ചൂസിങ് ഒബ്ജക്ട്സ് ഓൺ ദ സ്ക്രീൻ. അപ്പം നമ്മൾ മൗസിൽ എങ്ങനെയാണ് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴ്സർ മൂവ് ചെയ്ത് ഒരു ഒബ്ജക്റ്റിനെ സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു ഡാറ്റയെ ഇൻപുട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവേറ്റിംഗ് എ കമാൻഡ്, സെലക്ടിങ് ഒബ്ജക്റ്റ് എക്സെട്ര. അപ്പം നമ്മളൊരു മൗസ് വഴി ഡാറ്റ ഇൻപുട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു റൈറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ, ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫയൽ ന്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഫയൽ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ കീബോർഡ് വെച്ച്, ഈ മൗസ് വെച്ചിട്ടാണ് അല്ലേ. മൗസ് വെച്ചിട്ട് നമ്മൾ ഫയലെ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരുവാണ്. ഒരു കമാൻഡ് പെർഫോം ചെയ്യുന്നു, അപ്പോൾ ഒരു സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മൗസ് വെച്ച് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുന്നതിനാണ് സാധാരണ മൗസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്.
There are 3 types of mouse. അപ്പം മൗസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ മൗസ്, 2 ഒപ്റ്റോ മെക്കാനിക്കൽ മൗസ് ആൻഡ് ഓപ്റ്റിക്കൽ മൗസ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ മൗസസ് യൂസ് എ റബ്ബർ ബോൾ ദാറ്റ് മേക്സ് കോണ്ടാക്ട് വിത്ത് ദ വീൽസ് ഇൻസൈഡ് ദ യൂണിറ്റ് വെൻ ഇറ്റ് ഈസ് റോൾഡ് എ pad or desktop. Mechanical sensors are mouse move the pointer on the screen accordingly. അപ്പം മെക്കാനിക്കൽ മൗസ് എന്ന് പറയുമ്പോൾ മൗസിൻ്റെ താഴെ ഒരു റബ്ബർ ബോൾ കാണും. അതാണ് നമുക്ക് ഡെസ്ക്ടോപ്പ് നമ്മുടെ മൗസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ റബ്ബർ ബോളാണ്. അപ്പം നമ്മൾ ഒരു പഴയ കമ്പ്യൂട്ടർ മൗസിനൊക്കെ നമ്മളൊരു പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഗാർഡ് എന്തെങ്കിലും താഴെ അടിയിലൊരു സപ്പോർട്ട് വെച്ചിട്ടാണ് ഈ മെക്കാനിക്കൽ മൗസ് മൂവ് ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് ഈ ഇതിലൂടെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് മൗസിൻ്റെ പോയിൻ്ററും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ മെക്കാനിക്കൽ മൗസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒപ്റ്റോ മെക്കാനിക്കൽ മൗസ് ഉണ്ട്. വർക്ക്സ് എക്സാക്ട്ലി ലൈക്ക് മെക്കാനിക്കൽ മൗസ് എക്സെപ്റ്റ് ദാറ്റ് യൂസ് ഓപ്റ്റിക്കൽ സെൻസേഴ്സ് ടു ഡിറ്റക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോൾ. അപ്പം നമ്മൾ ആദ്യത്തെ മെക്കാനിക്കൽ മൗസ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ സെൻസേഴ്സ് ആയിരുന്നു നമ്മുടെ പോയിൻ്റർ. നമ്മൾ മൗസ് മൂവ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒപ്റ്റോ മെക്കാനിക്കൽ മൗസിനകത്ത് ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഒപ്റ്റിക്കൽ സെൻസേഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്. യൂസ്ഡ് ലൈറ്റ് റേസ് ഇൻസ്റ്റെഡ് ഓഫ് റബ്ബർ ബോൾ ആൻഡ് വീൽ. ലൈറ്റ് ബീംസ് കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദ കൾസർ ഓൺ ദ സ്ക്രീൻ. ദിസ് ഈസ് ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് മൗസ്. ഒപ്റ്റിക്കൽ മൗസസ് ആർ 2 types, വയേർഡ് ആൻഡ് വയർലെസ്. അപ്പോൾ ഒപ്റ്റിക്കൽ മൗസാണ് നമ്മൾ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൗസ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ലൈറ്റ് ബീംസ്, ലൈറ്റ് റേസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മൗസ്. അപ്പം ഇപ്പോൾ ഒപ്റ്റിക്കൽ മൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വയേർഡ് അല്ലെങ്കിൽ വയർലെസ് മൗസ് യൂസ് ചെയ്യാം. ഇപ്പം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടും വയേർഡ് അല്ലെങ്കിൽ വയർലെസ് മൗസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടച്ച് പാഡ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, മിക്കവർക്കും തന്നെ ലാപ്ടോപ്പ് ഉള്ളവരായിരിക്കും. അപ്പം അതിനകത്ത് നമ്മൾ മൗസിന് പകരമായിട്ട് നമ്മൾ കൾസറിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരെണ്ണമാണ് ടച്ച് പാഡെന്ന് പറയുന്നത്. നമ്മൾ കൾസറിൻ്റെ മൗസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടച്ച് പാഡ് യൂസ് ചെയ്താണ് എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. എ ടച്ച് പാഡ് or trackpad is a pointing device that can translate the motion and the position of user fingers to the position on screen, reassembling the mouse. It is commonly used in laptop and personal digital assistants. അപ്പോൾ നമ്മൾ ടച്ച് പാഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് ആ ടച്ച് പാഡ് നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അതിൻ്റെ മൗസ് പോയിൻ്ററും സ്ക്രീനിനകത്ത് കാണാൻ മാറിക്കൊണ്ടിരിക്കും. അതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ടച്ച് പാഡെന്ന് പറയുന്നത്. ഇനി ലൈറ്റ് പെൻ ആൻഡ് ഗ്രാഫിക് ടാബ്ലറ്റ്. A light pen is a device in the form of light sensitive detector used to display objects or draw on the screen. It commonly used to draw diagrams, pictures or graphics directly on the computer screen instead of drawing on a computer screen directly with a graphic tablet can be used. Light pen യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്ട്സിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ നമുക്ക് പറ്റും. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 കാണുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിയുമ്പം അത് ഡയറക്റ്റ്ലി ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ അത് നമ്മൾ എഴുതി കൊടുക്കുന്നതോ അത് ഡിസ്പ്ലേ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ലൈറ്റ് പെൻ യൂസ് ചെയ്യുന്നത് ഡയഗ്രാംസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ ഡയറക്റ്റ്ലി വരയ്ക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ നമ്മൾ ലൈറ്റ് പെന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ജോയിസ്റ്റിക്ക് നോക്കിക്കേ. എ ജോയിസ്റ്റിക്ക് ഈസ് എ പോയിൻറ്റിംഗ് ഡിവൈസ് യൂസ്ഡ് ടു മൂവ് കൾസർ ഓൺ ദ സ്ക്രീൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റിക്ക് ദാറ്റ് മൂവ്സ് ഓൺ എ ബേസ് ആൻഡ് മൂവ്സ് ദ കൾസർ ദ ഡയറക്ഷൻ ഓഫ് ദി ജോയിസ്റ്റിക്ക്. ഇറ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഗെയിമിങ്. അപ്പം നമ്മൾ സാധാരണ ജോയിസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഗെയിമിങ്ങിനാണ്. നമ്മുടെ
നമ്മുടെ കഴ്സറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഈ ജോയിസ്റ്റിക്ക് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതനുസരിച്ച് നമ്മുടെ കഴ്സറും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഗെയിമിങ്ങിനൊക്കെയാണ് ജോയിസ്റ്റിക്ക് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ സ്കാനർ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഇപ്പം നമുക്ക് ഫോണിൽ വരെ സ്കാനറുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ സ്കാനർ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കമ്പ്യൂട്ടർ സ്കാനർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് തന്നെയുണ്ട് നമ്മുടെ എന്തെങ്കിലും സിസ്റ്റത്തിനെ സ്കാൻ ചെയ്യാൻ. എ സ്കാനർ ഈസ് എ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ഇമേജസ്, പ്രിൻറ്റഡ് ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് or an object and convert it to digital image that computer can directly read and use for further processing. സ്കാനർ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജസ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്കാനർ എന്ന് പറയുന്നത്. നമുക്ക് പ്രോസസ്സിങ്ങിനൊക്കെ ഈ ഡാറ്റ വളരെ ഉപയോഗപ്രദമാണ്. ഇതൊക്കെ എന്ന് പറയുന്നു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഹാർഡ്വെയർസാണ് ഈ ജോയിസ്റ്റിക്കും സ്കാനറും ലൈറ്റ് പെന്നും ഒക്കെ ഒരു ഇൻപുട്ട് ഹാർഡ്വെയറാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ദർ ആർ സ്മോൾ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ആൻഡ് ലാർജ് സ്കാനേഴ്സ്. സ്മോൾ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ആർ യൂസ്ഡ് ടു സ്കാൻ ലൂസ് സിംഗിൾ പേജസ് ബൈ മൂവിങ് അക്രോസ് ദ പേജസ്. അപ്പോൾ നമ്മൾ സ്മോൾ ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറയുന്നത് സിംഗിൾ പേജസിനെയൊക്കെ മൂവ് ചെയ്യാൻ സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് സ്കാനേഴ്സ് ആർ two types via sheet field scanners and flatbed scanners. Sheet field scanners can scan single loose sheets only. Flatbed scanners are used to scan documents which are bound like books, reports, etc. അപ്പോൾ നമ്മൾ ഈ ലാർജ് സ്കാനേഴ്സ് എന്ന് പറയുമ്പോഴും ഷീറ്റ് ഫെൽഡ് സ്കാനർ വേണ്ട, ഫ്ലാറ്റ് ബെഡ് സ്കാനർ വേണ്ട. ഷീറ്റ് ഫെഡ് സ്കാനർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷീറ്റിനെ മാത്രമേ ഒരു സമയത്ത് സ്കാൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുമ്പോൾ ബുക്സ്, റിപ്പോർട്ട്സ് ഇതൊക്കെ സ്കാൻ ചെയ്യാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സാണ്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ബെഡ് സ്കാനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡോക്യുമെൻറ്റ്സിനെയൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പം there are different variants of scanners ആണ്. അപ്പം ഡിഫറെൻറ്റ് വേരിയൻസ് ഓഫ് സ്കാനേഴ്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. ഒന്ന് മാഗ്നറ്റിക്കൽ ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് സ്കാനർ, വെബ്കാം ആൻഡ് മൈക്രോഫോൺസ്. ഇതൊക്കെ സ്കാനേഴ്സിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് MICR യൂസ്ഡ് ടു ഡീകോഡ് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ പ്രിൻറ്റഡ് യൂസിങ് മാഗ്നറ്റിക് ഇങ്ക് ഓൺ ചെക്സ്. അപ്പം നമ്മൾ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ സ്കാനറിനകത്ത് യൂസ് ചെയ്യുന്നത് മാഗ്നറ്റൈസ്ഡ് ഇങ്കാണ്. നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് മാഗ്നറ്റൈസ്ഡ് ഇങ്ക് യൂസ് ചെയ്താണ് ഈ സ്കാനർ വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒപ്റ്റിക്കൽ, അതെന്ന് പറയുന്നത് ഒരു ഇങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പണ്ടത്തെ സ്കാനറൊക്കെ ആയിരുന്നു ഇങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സ്കാനറൊക്കെയാണ്. അപ്പോൾ ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ഡിവൈസ് ഈസ് യൂസ്ഡ് ടു റെക്കഗ്നൈസ് ക്യാരക്ടേഴ്സ്, സിമ്പിൾസ് വിച്ച് ആർ ഹാൻഡ് റിട്ടൺ ഓർ ടൈപ്പ് റിട്ടൺ. ഇപ്പം നമ്മൾ OCR ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസിനെ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് OCR ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ദീസ് ക്യാരക്ടേഴ്സ് ഓർ സിമ്പിൾസ് ആർ റിക്വയർഡ് ടു ബി ഇൻ സ്റ്റാൻഡേർഡ് ഫോൺ ഫോർമാറ്റ് വിച്ച് എനേബിൾസ് ദം ഇൻറ്റു കൺവേർട്ടർ ഡയറക്റ്റ്ലി ഇൻറ്റു കമ്പ്യൂട്ടർ കോഡ്സ്. അപ്പം ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോണ്ട് അല്ലെങ്കിൽ ഫോർമാറ്റിലായിരിക്കും. അത് നമ്മൾ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ കോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ OCR ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ്. ഇനി നെക്സ്റ്റ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ വിച്ച് ആർ കോമൺലി യൂസ്ഡ് ഫോർ വാല്യൂവിങ് എക്സാമിനേഷൻ ആൻസർ സ്ക്രിപ്റ്റ്സ് ബൈ റെക്കഗ്നൈസിങ് ദ ആൻസർ എൻ്റർ യൂസിങ് ദ പെൻസിൽ ഓർ പെൻ ഓർ പ്രിൻറ്റഡ് ഫോംസ് ഫോർ ദിസ് പർപ്പസസ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ നമ്മൾ സാധാരണ എക്സാമിനേഷൻ ആൻസറൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡേഴ്സ് യൂസ് ചെയ്യുന്നത്.
നമ്മൾ പെൻ അല്ലെങ്കിൽ പെൻസിലിനകത്ത് എഴുതി വെച്ചേക്കുന്ന ആൻസർ ഷീറ്റിനെ പ്രിൻ്റഡ് ഫോംസിലേക്ക് സ്കാൻ ചെയ്ത് വെക്കുവാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബാർകോഡ് സ്കാനർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസസ് ഫോർ റീഡിങ് പ്രിൻ്റഡ് ബാർകോഡ്സ്. അപ്പം ബാർകോഡ്സിനെ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാർകോഡ് സ്കാനർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ട് കാണും എന്തെങ്കിലും ഇപ്പം QR കോഡാണ് യൂസ് ചെയ്യുന്നത്, എന്നാലും ബാർകോഡ് സ്കാനർ എന്ന് പറയുന്നത് ഇങ്ങനെ ലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ISO സർട്ടിഫൈഡ് സാധനമാണെങ്കിൽ ഇങ്ങനെ ബാർകോഡ് കാണാം. ആ ബാർകോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാർകോഡ് സ്കാനർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം ബാർകോഡ് സ്കാനർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ്, വെബ്കാം ആൻഡ് മൈക്രോഫോൺസ്. വെബ്കാം ഈസ് വിഷ്വൽ ഇൻപുട്ട് യൂണിറ്റ് ഫോർ ക്യാപ്ചറിങ് വീഡിയോ, ഇമേജസ് ആൻഡ് സൗണ്ട്. അപ്പം വെബ്കാം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ സൗണ്ടിനെയൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെബ്കാം അല്ലെങ്കിൽ മൈക്രോഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഫിക്സ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മോണിറ്റർ ഇൻ്റഗ്രേറ്റഡ് ഓൺ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ. അപ്പോൾ മോണിറ്ററിൻ്റെ ടോപ്പിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് വെബ്കാം എന്ന് പറയുന്നത്. മൈക്രോഫോൺസ് ആർ യൂഷ്വലി എംബഡഡ് ഇൻ ദ വെബ്കാം itself into video conferencing and video call possible. മൈക്രോഫോൺസ് നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലേ. മൈക്രോഫോൺസ് എംബഡഡ് ഇൻ വെബ്കാം ഇറ്റ്സെൽഫ് ടു മേക്ക് വീഡിയോ കോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൾ പോസിബിൾ. അപ്പം നമ്മൾ ഈ വെബ്കാമിൻ്റെ കൂടെ തന്നെ ഈ മൈക്രോഫോൺ കൂടെ, അത് കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മൈക്രോഫോൺ വെബ്കാമിൻ്റെ കൂടെ തന്നെ മൈക്രോഫോണും എംബഡ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കോൺഫറൻസിങ്ങോ അല്ലെങ്കിൽ വീഡിയോ കോൾ പോസിബിളാണ് ഇത് വെച്ചിട്ട്. ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. പേജ് നമ്പർ 11 തൊട്ട് 14 വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം MICR സ്കാനറൊക്കെ നമ്മൾ മാഗ്നറ്റിക് ഇങ്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ്. പക്ഷേ ഒപ്റ്റിക്കൽ ക്യാരക്ടർ സ്കാനർ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾസ് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടണിനെയൊക്കെ ഡയറക്റ്റ്ലി സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ OCR സ്കാനർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഉണ്ട്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന എക്സാമിന് ഒക്കെ നമ്മുടെ ആൻസർ ഷീറ്റൊക്കെ വാല്യൂ ചെയ്യുന്നത് OMR ടെക്നോളജി അല്ലെങ്കിൽ OMR സ്കാനർ വെച്ചിട്ടാണ്. നെക്സ്റ്റ്, ബാർകോഡ് സ്കാനർ ഉണ്ട്. ഇപ്പം നമ്മൾ QR കോഡ് സ്കാനറും യൂസ് ചെയ്യുന്നുണ്ട്. QR കോഡ് സ്കാനർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു QR കോഡിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ല സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് QR സ്കാനറൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് QR കോഡ് സ്കാനറാണ്. ഇനി നെക്സ്റ്റ്, പ്രോസസ്സിംഗ് ആൻഡ് മെമ്മറി ഹാർഡ്വെയർ. ദ ബ്രെയിൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർ ദ പ്രോസസ്സിംഗ് ആൻഡ് മെമ്മറി ഡിവൈസസ് വിച്ച് ആർ ഇൻസ്റ്റാൾഡ് ഇൻ ദ കേസ് ഓഫ് സിസ്റ്റം ക്യാബിനറ്റ്. ഇപ്പം ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മെമ്മറി ഡിവൈസസ് ആണ്. ഒരു സിസ്റ്റം ക്യാബിനറ്റ്സിലുള്ള പ്രോസസ്സിംഗ് ആൻഡ് മെമ്മറി ഡിവൈസിനെയാണ് നമ്മൾ സാധാരണ ബ്രെയിൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. Case and power supply or the system unit is the box that houses the processor chips, the memory chips and motherboard with power supply as well as some secondary storage drives such as floppy disk drive, hard disk drives and DVD drives. അപ്പം കേസ് ആൻഡ് പവർ സപ്ലൈ ഓർ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് മെമ്മറി ചിപ്സ്, അതായത് പ്രോസസ്സിംഗ് ചിപ്പ് ആകാം, അതായത് CPU ആകാം, മെമ്മറി ചിപ്സ് ആകാം, മദർ ബോർഡ് ആകാം, പിന്നെ പവർ സപ്ലൈ ഡിവൈസുകളാകാം, പിന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, DVD ഡ്രൈവ്, ഇതിനെല്ലാം കൂടെയാണ് നമ്മൾ കേസ് ആൻഡ് പവർ സപ്ലൈ ഓർ ദ സിസ്റ്റം യൂണിറ്റ്. നമ്മുടെ സിസ്റ്റം യൂണിറ്റിനകത്ത് പവർ സപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം കൂടിയിട്ടാണ്. നമ്മൾ CPUവിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നു, മെമ്മറിക്കകത്ത് ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, പിന്നെ പവർ സപ്ലൈ മദർ ബോർഡ് വഴി ഓരോ യൂണിറ്റ്സിനും ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ നടക്കുന്നു. പിന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളായ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവും ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, DVD ഡ്രൈവൊക്കെ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്, ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്നു.
അപ്പോൾ ഫസ്റ്റ് വേണ്ട പ്രോസസ്സർ ചിപ്പ് എന്താണെന്ന് നോക്കാം. പ്രോസസ്സർ ചിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ CPU ആണ്. എ പ്രോസസ്സർ ചിപ്പ് ഓൾസോ കോൾഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇസ് എ ടിനി പീസ് ഓഫ് സിലിക്കൺ ദാറ്റ് കണ്ടെയ്ൻസ് മില്യൺസ് ഓഫ് മിനിയേച്ചർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അപ്പം പ്രോസസ്സർ ചിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ CPUവിനെയാണ്. ഇപ്പം നമ്മൾ ഒരു സിലിക്കൺ, ഒരു പീസ് ഓഫ് സിലിക്കണിനെയാണ്, സിലിക്കൺ പോലെയാണ് CPU ഇരിക്കുന്നത്. സിലിക്കൺ കോട്ടഡാണ് CPU എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഈ സിലിക്കൺ ചിപ്പിനകത്ത് മിനിയേച്ചർ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട്. അപ്പം ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് വഴിയാണ് നമ്മൾ പ്രോസസ്സിംഗ് മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്നത്. ദ സ്പീഡ് അറ്റ് വിച്ച് ചിപ്പ് പ്രോസസ്സേഴ്സ് ഇൻഫർമേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മെഗാഹെർട്സ്. അപ്പം നമ്മുടെ ഈ ചിപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മെഗാഹെർട്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗിഗാബൈറ്റ്സിലൊക്കെയാണ്. പ്രോസസ്സിംഗ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ CPUവിനെ തരംതിരിച്ചേക്കുന്നത്. ഒത്തിരി ടൈപ്പ് ഓഫ് CPUs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ്റൽ ക്വാഡ്, അങ്ങനെയൊക്കെ ഇൻ്റൽ കോറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ CPUs. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡിനെ അടിസ്ഥാനമാക്കി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CPUs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സാധാരണ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സ്പീഡല്ലായിരിക്കും സൂപ്പർ കമ്പ്യൂട്ടറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന CPUവിന്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സിംഗ് സ്പീഡാണ്, ഡിഫറെൻറ്റ് CPUs ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെമ്മറി ചിപ്സ്. മെമ്മറി ചിപ്സ് ആർ ഓൾസോ കോൾഡ് റാൻഡം ആക്സസ് മെമ്മറി ചിപ്സ് വിച്ച് റെപ്രസെൻറ്റ് പ്രൈമറി സ്റ്റോറേജ് ഓർ ടെമ്പററി സ്റ്റോറേജ്. ഇറ്റ് ഹോൾഡ്സ് ഡേറ്റ ബിഫോർ പ്രോസസ്സിംഗ് ആൻഡ് ഇൻഫർമേഷൻ ആഫ്റ്റർ പ്രോസസ്സിംഗ് ബിഫോർ ഇറ്റ് സെൻഡ് ടു ഔട്ട്പുട്ട് സ്റ്റോറേജ് ഡിവൈസ്. ഇപ്പം മെമ്മറി ചിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ റാമിനെയാണ് നമ്മൾ മെമ്മറി ചിപ്പ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് ആണ്. ഇപ്പോൾ നമ്മൾ ഡേറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ ഈ റാമിനകത്താണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് പെർഫോം ചെയ്യണമെങ്കിൽ ഇപ്പോൾ റാമിനകത്ത് ഡേറ്റ ഉണ്ടോയെന്നാണ് ആദ്യമേ സിസ്റ്റം ചെക്ക് ചെയ്യുന്നത്. നമ്മൾ റാമിനകത്തുള്ള ഡേറ്റയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റോറേജ് യൂണിറ്റിൽ തന്നെ സൂക്ഷിക്കും. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഇൻഫർമേഷൻ ഔട്ട്പുട്ടായിട്ട് ഇങ്ങോട്ട് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് മദർ ബോർഡ് ഓൾസോ കോൾഡ് ദി സിസ്റ്റം ബോർഡ് ഈസ് ദ മെയിൻ സർക്യൂട്ട് ബോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. ദിസ് ഇസ് ദ ഗ്രീൻ ബോർഡ് വിച്ച് all other components are attached through connections. The motherboard has expansion slots for expanding the computer's capabilities. മദർബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ആണ് മദർബോർഡ് എന്ന് പറയുന്നത്. മെയിൻ സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർബോർഡ് എന്ന് പറയുന്നത്. ഈ മദർബോർഡിനകത്താണ് ബാക്കി എല്ലാ കമ്പോണൻസും അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ വീഡിയോ കാർഡും സൗണ്ട് കാർഡും മെമ്മറി ചിപ്സ് ഒക്കെ എല്ലാം കണ്ടെയ്ൻ ചെയ്തേക്കുന്നത് ഈ മദർബോർഡിനകത്താണ്. ഈ മദർബോർഡിൻ്റെ ഓരോ സ്ലോട്ടിലുമാണ് ഓരോ ഡിവൈസുകൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം മദർബോർഡിനെ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ സർക്യൂട്ട് ബോർഡെന്ന് വിളിക്കുന്നു. പിന്നെ വീഡിയോ കാർഡൊക്കെ അടുത്ത എക്സ്പാൻഷൻ സ്ലോട്ട്സ് ആണ്. വീഡിയോ കാർഡെന്ന് പറയുമ്പോൾ സൗണ്ട്സിനെയൊക്കെ അല്ലേ, വീഡിയോസിനെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മദർബോർഡിനകത്താണ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഒരു മെയിൻ സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത് തന്നെ മദർബോർഡാണ്. Video card. A video card converts the processor output information into video signal that can be sent to the monitor. It also called a graphic card or graphic adapter. Video card എന്ന് പറയുന്നത് പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് ഇൻഫർമേഷനെ വീഡിയോ സിഗ്നലായിട്ട് മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡിവൈസാണ് വീഡിയോ കാർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളല്ലെങ്കിൽ ഇതിനെ ഗ്രാഫിക് കാർഡ് അല്ലെങ്കിൽ ഗ്രാഫിക് അഡാപ്റ്റർ എന്ന് പറയുന്നു. വീഡിയോ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ സിഗ്നൽസ് എന്തൊക്കെയാണെന്ന്. നെക്സ്റ്റ് സൗണ്ട് കാർഡ് എൻഹാൻസസ് ദ കമ്പ്യൂട്ടർ സൗണ്ട് ജനറേറ്റിംഗ് കേപ്പബിലിറ്റീസ് ബൈ അലോയിങ് ദി ഇൻപുട്ട് ഓഡിയോ ടു ദ കമ്പ്യൂട്ടർ ത്രൂ മൈക്രോഫോൺ ആൻഡ് ഔട്ട്പുട്ട് ഓഡിയോ ത്രൂ സ്പീക്കേഴ്സ്. അപ്പോൾ സൗണ്ട് കാർഡ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ചെയ്യുന്നത്
മൈക്രോഫോൺ വഴിയും ഔട്ട്പുട്ട് ചെയ്യുന്നത് സ്പീക്കർ വഴിയാണ്. സൗണ്ട് കാർഡ് എന്ന് പറയുമ്പം നമുക്ക് ഓഡിയോ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് സ്പീക്കറിലൂടെയുമാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ മാനിപ്പുലേറ്റിംഗ് ഓഡിയോ ഫയൽസ് ആൻഡ് സ്റ്റോർഡ് ദ സിസ്റ്റം. ഇറ്റ് ഓൾസോ നോൺ ആസ് ഓഡിയോ കാർഡ്. അപ്പം അല്ലെങ്കിൽ ഈ സൗണ്ട് കാർഡ് ഓഡിയോ ഫയൽസിനെ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ നോൺ ആസ് ഓഡിയോ കാർഡ്. സൗണ്ട് കാർഡിനെ നമ്മൾ ഓഡിയോ കാർഡെന്നും അതുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റോറേജ് ഡിവൈസുകളുണ്ട്. ഹാർഡ് ഡിസ്ക് ഡ്രൈവും CD DVD അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും.